അവരുടെ ആരുടെ എൻട്രിക്ക് കിട്ടാത്തൊരു കിഡിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു തിയേറ്ററിൽ ആ ഒരു ക്യാമിയോയുടെ എൻട്രിക്ക്. ഹായ് ഡേയ്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി കണ്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ കണ്ടന്റ് ചെയ്യുന്നത്. മീൻസ് കണ്ടന്റ് എന്ന് പറയുന്നത് ഞാൻ ഇന്നൊരു മൂവി റിവ്യൂ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. മൂവി ഏതാന്ന് വെച്ചാൽ അതിരടിയാണ്. നിങ്ങൾക്ക് ഇപ്പൊ നല്ലോണം അറിയായിരിക്കും, തിയേറ്ററിലൊക്കെ നല്ല ഹൈപ്പായിട്ട് ഓടുന്ന സിനിമയാണ് ഗൈസ് ഇത്. ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഏകദേശം ഹൗസ്ഫുൾ ആയിരുന്നു. ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഫുൾ ഹൗസ്ഫുൾ ആയി. അപ്പോ റിവ്യൂ ഒക്കെ പറയണമെന്ന് വെച്ചിട്ടല്ല ഞാൻ പോയി കണ്ടത്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിന്റെ റിവ്യൂ പറയണമെന്ന് തോന്നി. അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമുക്ക് റിവ്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം ഗൈസ്. അപ്പൊ ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് അരുൺ അനിരുദ്ധനാണ്. പുള്ളി തന്നെയാണ് ഇതിന്റെ റൈറ്ററും. പിന്നെ അത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ബേസിൽ ജോസഫും ഡോക്ടർ അനന്തവയസും കൂടെയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് ആക്ടേഴ്സ് വരുന്നത് ബേസിൽ ജോസഫ്, ടോവിനോ തോമസ്, പിന്നെ വിനീത് ശ്രീനിവാസൻ, പിന്നെ നമ്മുടെ സർവമായ ഡെലുലു ആണ് ഇതിന്റെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാല്. ഈ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഇതൊരു കംപ്ലീറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ട ഒരു പടമാണ്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ കൂടുതൽ ശ്രമിക്കുക. OTT വന്നിട്ട് കാണാനൊന്നും നോക്കണ്ട. ഇതൊരു തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ് ഗൈസ് ഇത്. ഇതിന്റെ സ്റ്റോറി സൈഡിൽ നോക്കിയാൽ ഇതൊരു റിയലിസ്റ്റിക് ഒരു സീരിയസ് സിനിമയല്ല. ഈ പടം എന്ന് പറയുന്നത് ഒരു ക്യാമ്പസ് ലൈഫ്, ഫ്രണ്ട്ഷിപ്പ്, ഈഗോ ക്ലാഷ്, ഒരു ആക്ഷൻ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു സിനിമയാണ്. അങ്ങനെയാണ് ആ ഒരു ഫ്ലോയിലാണ് ആ പടം പോയത്. ഈ പടത്തിന്റെ ഓൾമോസ്റ്റ് കോമഡി സൈഡ് ഫുള്ള് ബേസിൽ ജോസഫിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. പുള്ളിയാണ് നമ്മളെ കുറെ കൂടെ ചിരിപ്പിച്ചത്. ടോവിനോ തോമസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാസ് സീനായാലും ആക്ഷൻ സീനായാലും പുള്ളി ഫുള്ള് സ്കോർ ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ വിനീത് ശ്രീനിവാസന്റെ സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും പുള്ളി നല്ലോണം നമ്മൾ എന്റർടൈൻ ചെയ്യിപ്പിച്ച് തന്നെയാണ് ഈ പടം ഫുള്ള് കൊണ്ടുപോയത്. ഒരു ഹാഫ് വെച്ചിട്ടൊക്കെയാണെന്ന് തോന്നുന്നു പുള്ളി എൻട്രി ആവുന്നത്. പക്ഷെ ലാസ്റ്റ് വരെ പുള്ളി നല്ലോണം തകർത്ത് നിന്നു ഗൈസ്. പിന്നെ ഗൈസ് ഇതിന്റെ ഈ സിനിമയിൽ ഒരു ക്യാമിയോ ഉണ്ട്. ഈ പറയുന്ന ബേസിൽ ജോസഫിനും ടോവിനോ തോമസിനും അവരുടെ ആരുടെ എൻട്രിക്ക് കിട്ടാത്തൊരു കിഡിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു തിയേറ്ററിൽ ആ ഒരു ക്യാമിയോയുടെ എൻട്രിക്ക്. ചിലരുടെയെങ്കിലും റിവ്യൂ കണ്ടിട്ട് ഈ സിനിമ കാണാത്തവർക്ക് ആ ക്യാമിയോ ആരാന്നൊക്കെ ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടാകും. ഞാനായിട്ട് എന്തായാലും സർപ്രൈസ് ഞാൻ പൊളിക്കുന്നില്ല. നിങ്ങൾ സിനിമ കണ്ടു തന്നെ സർപ്രൈസ് ആയാൽ മതി. പക്ഷെ ഒരു മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഈ പറയുന്ന ഈ നടന്മാർക്ക് ആർക്കും കിട്ടാത്ത ഒരു കയ്യടിയും ബഹളവും ഒക്കെ ആയിരുന്നു ഈ ക്യാമിയോയുടെ എൻട്രിക്ക്. മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ഈ പടത്തിൽ നല്ലോണം എലവേറ്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇതിന്റെ ആക്ഷൻ സീൻസിലൊക്കെ നല്ലോണം BGM ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. പിന്നെ ഇതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ഈ സ്റ്റോറി എൻഡിങ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അത് എങ്ങനെയാണ് അത് അവരുടെ എൻഡ് ചെയ്യുന്നതെന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ നമ്മൾ ഇരുന്ന് കണ്ടുപോകും. അപ്പോൾ ഗൈസ് ഓവറോൾ ഈ മൂവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിലൊക്കെ പോയി ഫ്രണ്ട്സുമായിട്ട് നല്ലോണം എൻജോയ് ചെയ്ത് ഒരു ഫൺ മാസ് എന്റർടൈനർ മൂവിയാണ് അതിരടി. സോ എന്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 9/10 ഒക്കെ കൊടുക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ മൂവി. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. തിയേറ്ററിൽ പോയി കണ്ടവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വന്ന് എങ്ങനെയുണ്ടെന്ന് മൂവി കമന്റ് ചെയ്യുക. സോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.